കേരളത്തിൽ എല്ലായിടത്തും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ പഴയ തിരുവിതാംകൂറിലും കൊച്ചിയിലും പാർട്ടിക്ക് പ്രാതിനിധ്യം അനിവാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു സീറ്റും പഴയ കൊച്ചിയിലെ ചാലക്കുടി തൃശ്ശൂർ ജില്ലയിൽ ഒരു സീറ്റും കോഴിക്കോട് ജില്ലയിൽ ഒരധിക സീറ്റും വേണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടത്. RJD ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ അസംബ്ലി സീറ്റ് ചർച്ചയിൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞത് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി കേരള കോൺഗ്രസ് എം കൂടി മുന്നണിയിൽ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ RJD സീറ്റുകൾ ഇപ്പോൾ തന്നതിൽ തൃപ്തിപ്പെടണം എന്നാണ് പറഞ്ഞത്. അടുത്ത തവണ നിയമസഭാ മത്സരവേളയിൽ തീർച്ചയായിട്ടും RJDയുടെ സാമൂഹിക അടിത്തറ പരിഗണിച്ചുകൊണ്ട് സീറ്റുകൾ തരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം യവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. എന്നാൽ ഇപ്പോഴത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് LDFനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു. ഇത്രയും തിരിച്ചടി നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. LDFൻ്റെ വോട്ട് ശതമാനം ഇപ്പോൾ 33%, UDFൻ്റെ വോട്ട് ശതമാനം 39%. ഇത്രയും വ്യത്യാസം ഉണ്ടായിട്ടും RJD മത്സരിച്ച 1/3 സീറ്റുകൾ വിജയിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്.